ഹലോ ഗൈസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാങ്ങ വിത്ത് ഗൂസ്ബെറി ജ്യൂസ് ആണ്. അപ്പോൾ എല്ലാവരും സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെല്ലൈക്കൺ നിൽക്കണം. ഓക്കെ ഗൈസ്, നമുക്ക് മാങ്ങ ജ്യൂസ് പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് മാങ്ങ ജ്യൂസ് വിത്ത് ഗൂസ്ബെറി ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ജാറ്, മിക്സി, മാങ്ങ, കുറച്ച് പഴുത്തതും കുറച്ച് പുളിയുള്ളതുമാണ്. നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് മാങ്ങ ഇടണം. കുറച്ചിട്ടാണ്. ഒരു മിനിറ്റ് ഗൈസ്, ഇതാണ് അപ്പോൾ നമ്മുടെ ഗൂസ്ബെറി ജ്യൂസ്. നെല്ലിക്കാക്കാന്താരി അതിൻ്റെ സിറപ്പാണ് ഗൈസ്. നമ്മളൊരു മൂടി വെക്കുക. കുറച്ച് വെച്ചാൽ മതി, കുറച്ചിട്ട് കൂട്ടി കൊടുക്കാം ഗൈസ്. കുറച്ച് വെള്ളം എടുക്കാം. കുറച്ച് വെള്ളം. ഗൈസ്, നമ്മൾ മിക്സി ഓണാക്കാൻ മറന്നുപോയി. എല്ലാം ചെയ്തിട്ട് വേണം നമ്മൾ ഉണക്കാൻ. ചെറിയൊരു മാങ്ങ കൂടി ഇടിയുണ്ട്. ഇതെടുത്തിട്ട് നമ്മൾ ഒരു അരിപ്പ വെച്ച് അരിക്കണം ഗൈസ്. ഇപ്പം നമുക്ക് കഴുകണം. എന്നിട്ട് വേറൊരു പാത്രത്തിലോട്ടിടണം ഗൈസ്. കുറച്ച് മധുരമുള്ളത് ഗൈസ്, കുറച്ചധികം. നമ്മുടെ ഇതിൽ വലിയ ജാറ് ചീത്തയായിപ്പോയി. നമ്മൾ ചെറിയ ജാറിലെടുക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര മധുരമായിരുന്നു. എനിക്കിപ്പോൾ ഞാൻ 3 ടീസ്പൂണാണ് ഇട്ടത്. അപ്പോൾ രണ്ട് മാങ്ങ കൂടി ഇട്ടെടുക്കാം ഗൈസ്. നമ്മൾ അടിച്ചു കൊടുക്കാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് അതേ പാത്രത്തിലോട്ട് അരിച്ചു കൊടുക്കണം. നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്.
ഐസ് മധുരം പോലെ ഗൈസ് നമുക്ക് മധുരത്തിന് വേണ്ടി നമുക്ക് കുറച്ച് എരിവ് വേണം. അടിക്കാം ഗൈസ് നമ്മുടെ മാങ്ങാ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. കണ്ടു ഗൈസ്. നിങ്ങളുടെ കയ്യിൽ നെല്ലിക്കാന്താഴി ജ്യൂസ് സിറപ്പില്ലെങ്കിൽ കുറച്ച് മുളക് ഇട്ടാൽ മതി. കുറച്ചല്ല, ഒരു മുളക് ഇട്ടാൽ മതി. സെറ്റാവും ഗൈസ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈ നിൽക്കുക.